താനിങ്ങ് വന്നേ. എന്താ സാർ? താനിത് എപ്പോഴാ തുറന്ന്? അരമണിക്കൂറായി കാണും. താൻ കട തുറക്കാൻ വന്നപ്പോ ഇവിടെ ആരെങ്കിലും കണ്ടായിരുന്നോ? ഇല്ല സാറേ. ആരെയാ സാർ അന്വേഷിക്കുന്നത്? അവൻ വീണ്ടും പുറത്തിറങ്ങിയിട്ടുണ്ട്. ദുർഗ. ഇന്നലെ രാത്രി ഒരു നിഴല് പോലെ കണ്ടതാ, മുങ്ങി. അവൻ ഇവിടെ എവിടെയെങ്കിലും കണ്ടാൽ സ്റ്റേഷനിൽ വന്ന് വിവരം അറിയിക്കണം. മനസ്സിലായടോ? ഉവ്വ്. ദേവി, അവൻ വന്നോ വീണ്ടും? മുത്തപ്പ, ഇനിയിപ്പോ എന്താ ചെയ്യാ നമ്മള്? സൂക്ഷിക്കണം, സൂക്ഷിക്കണം. തങ്കെടുത്തി. എന്താ കുമാര? അതെ, ഈ കഥ ഒന്ന് തുറന്നു തരുമോ? എന്തിനാ? വെറുതെ വെറുതെ കിണറ്റിലേക്ക് നോക്കിയിരിക്കാനാ. കിണറ്റിലെ വെള്ളം കാണാൻ നല്ല രസാ. എനിക്ക് പറ്റില്ല എന്റെ കുമാര. ആ വത്സലെങ്ങാനും അറിഞ്ഞാലേ. നിറയെ വെള്ളമുണ്ടോ കിണറ്റില്? ഉണ്ടല്ലോ. കലങ്ങിയിട്ടുണ്ടോ വെള്ളം? ഇല്ല. അല്ല, നിനക്കിത് എന്ത് പറ്റി കുമാര? ഇത്തിരി വെള്ളം തരുമോ? തരാലോ. ഇതെന്തൊക്കെയാ നീ കാണണേ? എന്താ തങ്കെടുത്തി? കുറച്ച് വെള്ളം ചോദിച്ചതാ. വരുന്നവരോടും പോകുന്നവരോടൊക്കെ എന്തിനാ ഇങ്ങനെ യാചിക്കണേ? നീ വീട്ടിൽ പോയില്ലേ? ഇല്ല, കൃഷ്ണേട്ടന്റെ കടയിൽ നിന്ന് നേരെ ഇങ്ങി പോന്നു. വീട്ടിൽ പോയാലും മനസമാധാനം ഉണ്ടാവില്ലല്ലോ. അതുപോലത്തെ വർത്തമാനങ്ങളാ കേൾക്കുന്നത്. എന്താ എന്താ കേട്ടെ? എന്താ മുത്തപ്പ? ഏയ്, ഒന്നുമില്ല. പറയേ. അല്ല, കാലത്ത് കൃഷ്ണന്റെ കടയിൽ പോലീസ് വന്നിരുന്നു. അവൻ വന്നിട്ടുണ്ടത്രേ. ദുർഗ. പേടിക്കാനൊന്നുമില്ല, എല്ലാം അവസാനിച്ചില്ലേ? എന്നാലും മുത്തപ്പ, അവൻ ഇനിയും എന്നെ അന്വേഷിച്ച്. അതിപ്പോ വരേണ്ട കാര്യം എന്താ? വരാതിരിക്കാൻ ദേവിയോട് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുക. വെറുതെ ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. വത്സല വീട്ടിലേക്ക് അല്ലേ, ചന്ദ്രൻ നോക്കിയിരിപ്പുണ്ടാവും. ഞാൻ ഇറങ്ങാ. ആ ആ കുറുങ്കടല് കുമാരന് വേണ്ടി കൊണ്ടുവന്ന കാവായ കാവിലൊക്കെ എത്രയോ കാലം മുടിയാട്ടത്തിന് കുഴല് വിളിച്ചവനാ നീയെ. ആ വിളിയൊക്കെ ദേവി കേൾക്കാണ്ടിരിക്കുവോ? മനസ്സിന് പേടിയും വിഷമമൊക്കെ വരുമ്പോ ഈ കുഴലിലൂടെ ദേവിയെ വിളിക്കുക, സമാധാനം ഉണ്ടാവും. ആ
അമ്മേ, ദേ ഒരാൾ കാണാൻ വന്നിരിക്കണ്. സുഭദ്രാമേ, ആരാ? എന്താ? രാവിലെ പാല് കുടിച്ചോണ്ടിരുന്നപ്പോ പെട്ടെന്ന് ഛർദിച്ചു. ആ, എന്തിനാടാ കരയണേ? ആ വത്സലേ, എന്താമ്മേ? ആ എണ്ണ എടുക്ക്. ഓ നോ ചോ മോനെ, കരയില്ലടാ മോനെ. ഇതാമ്മേ. ഇപ്പൊ എല്ലാം ശരിയാവും. ദാ എണ്ണ ഒഴിച്ച് തേച്ച് ദാ, 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 ദാ. എന്റെ ദേവി, നീ കാത്തു. എന്താ പറ്റിയതമ്മേ? ഒന്നും പറയണ്ട എന്റെ കുട്ടാ. കുട്ടിക്ക് പാല് കൊടുക്കുമ്പോ ശ്രദ്ധിക്കാതെ പറ്റുന്നതാ ഇതൊക്കെ. രമേശ, സുമയോട് ശ്രദ്ധിക്കാൻ പറയട്ടോ. ദാ മുലയൂട്ടുമ്പോ കുട്ടിക്ക് മുലപ്പാല് ശിരസിൽ കേറാതെ ശ്രദ്ധിക്കണം കേട്ടോ. ആ, എന്നാ പൊയ്ക്കോളൂ. വലിയ ഉപകാരം സുഭദ്രാമേ. എന്നോടല്ല പറയേണ്ടത്, ദേവിയോടാ. എന്നാ ഞാൻ പോട്ടെ. ആ, ചന്ദ്രേട്ടാ, 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 ഞാനിപ്പോ പോവട്ടോ. എങ്ങോട്ടാ രാവിലെ തന്നെ? അക്കരെ ടൗണിൽ പോണം. കുറച്ച് പച്ചമരുന്നുകൾ വാങ്ങണം. നന്ദിയാർ വട്ടം, ഇലവങ്ങം, പിന്നെ കുറച്ച് എണ്ണ. ആ, ഞാൻ ചന്ദ്രേട്ടന്റെ വീട്ടിൽ പോയിരുന്നു. എന്തായിരുന്നു വിശേഷം? ഒന്നുമില്ല, ഒന്ന് ചന്ദ്രേട്ടനെ കാണണമെന്ന് തോന്നി. അല്ല, ഇന്ന് എവിടെയാ ജോലി? ടൗണില് 2 വീടിന്റെ പെയിന്റിങ്ങാ. മണലുവാരൽ നിർത്തി വെച്ചേക്കല്ലേ. അപ്പോ വൈകിട്ട് വീട്ടിലേക്ക് വരില്ല അല്ലേ? ദിവസം അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? എനിക്ക് ഒന്ന് കാണാലോ. കണ്ടിട്ട് എന്ത് ചെയ്യാനാ? ചുമ്മാ. അയ്യടി, ഇന്നലെ അമ്പലത്തിൽ നിന്ന് കിട്ടിയതാ, പൂജിച്ചതാ. കഴിച്ചോളൂ. ദാ. ദേ, വഞ്ചി പോകാറായി. നിക്ക്. അയ്യടാ. സുഭദ്രാമ ഇല്ലേ ഇവിടെ? ഉവ്വ്, വിളിക്കാം. ഓ, അമ്മേ, വരൂ, കേറി ഇരിക്കൂ കേട്ടോ. നമസ്കാരം. നമസ്കാരം. വരൂ, ഇരിക്കൂ. ഞങ്ങള് കടലാശ്ശേരിന്നാ. ആ. അവിടെ മാമ്പള്ളിക്കാവ് ദേവീക്ഷേത്രത്തിൽ നിന്ന്. ആഹാ. അടുത്ത മാസം 24-നാ ഉത്സവ പരിപാടികള്. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും മുടിയാട്ടം വേണം. അതിനെന്താ, സന്തോഷമുള്ള കാര്യല്ലേ. ചായ എടുക്കട്ടെ? അയ്യോ മോളെ? വേണ്ട സുഭദ്രാമ, ഞങ്ങളിപ്പോ ചായ കുടിച്ചുള്ളൂ. അഡ്വാൻസ് തരാൻ വന്നതാ. മാക്കോത മുത്തപ്പനെയും കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ പോലെ എല്ലാവരും വരണം, ആട്ടം കേമമാക്കണം. ഓ, ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഓ. എല്ലാം നന്നാവും. സുഭദ്രാമയ്ക്ക് ഓർമ്മയുണ്ടോ ആവോ? വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ അവിടെ മുടിയാട്ടത്തിന് കാളിയേറ്റുണ്ടായതാ. അറിയാം. ദേവിക്ക് കോമരം കെട്ടാൻ ഇക്കൊല്ലം ഞാൻ നോമ്പെടുക്കുന്നുണ്ട്. സന്തോഷായി. ആ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ.